കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ലോകത്തിൽ ആദ്യമായി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരുന്നത് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആണ്. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ്, ദി ഫസ്റ്റ് സക്സസ്ഫുൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഫസ്റ്റ് സക്സസ്ഫുൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി, ഫോംഡ് 1844. 1844 ഇംഗ്ലണ്ടിൽ രൂപീകരിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി. ഇതൊരു വീവേഴ്സ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ സൊസൈറ്റി. ഈ റോക്ക്ഡെയിൽ സൊസൈറ്റി രൂപീകരിക്കുന്ന 1844 ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആണ് ലോകത്തിൽ ആദ്യമായി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. അതായത് 1860 റോക്ക്ഡെയിൽ പൈനിയേഴ്സ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അല്ലെങ്കിൽ റോക്ക്ഡെയിൽ സൊസൈറ്റി ഫോംഡ് ഇൻ 1844, ബട്ട് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് 1860. 1860 ലോകത്തിൽ ആദ്യമായി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് കൊണ്ടുവരുന്നത്. ഇവര് കൊണ്ടുവരുന്ന ഒറിജിനൽ ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 8 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആയിരുന്നു. അതായത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്രേറ്റഡ് ഗുഡ്സ് എന്നിങ്ങനെ 8 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആയിരുന്നു. എന്നാൽ മോഡേൺ വിഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അത് 7 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണുള്ളത്. അതായത് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്രേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ 7 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് ഉള്ളത്. അതായത് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്രേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മായം കലർത്താതെയുള്ള ശുദ്ധമായിട്ടുള്ള സാധനങ്ങളാണ് സഹകരണ സംഘം വഴി വിൽക്കുന്നത്. ഇതാണെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് പിന്നീടുള്ളത് എന്ന് പറയുന്നത് 7 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണുള്ളത്. ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് ഇതിനെ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നു. അതായത് 1860 ഈ 7 എന്ന് പറയപ്പെടുന്നത്. ഒന്നാമത്തെ ഓപ്പൺ മെമ്പർഷിപ്പ്. ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ തുറന്ന അംഗത്വം. അത് നമുക്കറിയാം, സഹകരണ സംഘങ്ങളിലാണെങ്കിൽ എല്ലാവർക്കും അംഗത്വം, അതായത് ജാതിയോ അല്ലെങ്കിൽ മതമോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമൊന്നും പരിഗണിക്കാതെ സഹകരണ സംഘത്തിൽ ഏത് തരത്തിലുള്ള ആളുകൾക്കും അംഗത്വം ലഭിക്കുന്നതാണ്. അതാണ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡെമോക്രാറ്റിക് കൺട്രോൾ. എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ജനാധിപത്യപരമായിട്ടാണ്, അല്ലെങ്കിൽ വൺ മാൻ വൺ വോട്ട്. വൺ മാൻ വൺ വോട്ട് ആണ് സഹകരണ സംഘത്തിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വൺ മാൻ വൺ വോട്ട്, അതായത് എല്ലാവരും ആണെങ്കിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. വൺ മാൻ വൺ വോട്ട്, അതായത് ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അംഗങ്ങള് ഒരാൾക്ക് ഒരു വോട്ടടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഇതിനെ മാനേജ് ചെയ്യപ്പെടുന്നത്. അതാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. അന്നേരം ഒന്നാമത്തെ പ്രിൻസിപ്പിള് ഓപ്പൺ മെമ്പർഷിപ്പ്, അല്ലെ തുറന്ന അംഗത്വം. രണ്ടാമത്തെ ഡെമോക്രാറ്റിക് കൺട്രോൾ. ഇനി മൂന്നാമത്തത് ക്യാഷ് ട്രേഡിങ്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ക്യാഷ് ട്രേഡിങ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഇതൊക്കെയാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സഹകരണ സംഘത്തിൽ അംഗത്വം ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ടാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, പേട്രണേജ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയാൻ നമുക്കറിയാം ലാഭവിഹിതം. ലാഭവിഹിതമാണെങ്കിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഈക്വൽ ആയിട്ടാണ് ലാഭവിഹിതം കൊടുക്കുന്നതാണ് പേട്രണേജ് ഡിവിഡൻഡ്. ക്യാഷ് ട്രേഡിങ്. ക്യാഷ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ക്യാഷിനാണ് വ്യാപാരം നടത്തുന്നത്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണ വിദ്യാഭ്യാസം.
ദെൻ കോഓപ്പറേറ്റീവ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ ജാതികൾക്കും മതത്തിനും എല്ലാം തുല്യ സ്ഥാനമാണ്, അല്ലെങ്കിൽ പ്രത്യേക സ്ഥാനം ഒന്നും സഹകരണ സംഘത്തിന് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സെക്ടറിൽ ഇല്ല. അന്നേരം കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന 7 പ്രിൻസിപ്പിളാണ് ആക്ച്വലായിട്ട് നിലവിൽ ഉള്ള കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ആക്ച്വലായിട്ട് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് കൊണ്ടുവന്നത് 7 പ്രിൻസിപ്പിളാണ്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേട്രണേജ് ഡിവിഡൻഡ്. ഇതൊക്കെയാണ് ഒന്നാമത്തത് ഓപ്പൺ മെമ്പർഷിപ്പ്. 2 ഡെമോക്രാറ്റിക് കൺട്രോൾ. 3 പേട്രണേജ് ഡിവിഡൻഡ്. 4 ഇതൊക്കെയാണ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഒന്നുകൂടെ പറയാം. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ക്യാഷിന് മാത്രമാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് നടത്തില്ല, ക്യാഷ് ട്രേഡിംഗ്. ദെൻ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റികളൊക്കെ ആണെങ്കിൽ, നമ്മുടെ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ 5% ആണെങ്കിൽ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കോഓപ്പറേറ്റീവ് അതാണ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സഹകരണ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മതത്തിനും എല്ലാ ജാതിക്കും തുല്യ പരിഗണനയാണ്, അല്ലെങ്കിൽ പ്രത്യേക പരിഗണന ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ 7 പ്രിൻസിപ്പിൾ. ഇതൊക്കെയാണ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഇങ്ങനെ 7 പ്രിൻസിപ്പിളാണ് നിലവിലുള്ളത്. ഇതിനെയാണ് ഫസ്റ്റ് ICA പ്രിൻസിപ്പിൾ, ഫസ്റ്റ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയപ്പെടുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിള്, അല്ലെങ്കിൽ ഫസ്റ്റ് ICA പ്രിൻസിപ്പിള്. ആണ് സെക്കൻഡ് സ്റ്റേജ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിള്, അല്ലെങ്കിൽ ഫസ്റ്റ് ICA പ്രിൻസിപ്പിള്. ICA എന്താണെന്ന് അറിയാമല്ലോ, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണ സംഘടന, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് ICA എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്, ലോകത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥാപനം. ഈ ICA ആണെങ്കിൽ ആദ്യമായിട്ട് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത് 1937 ഫസ്റ്റ് ICA പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1937 15ാമത് ICAയുടെ കോൺഗ്രസ് അറ്റ് പാരീസ്. ഇതാണ് 15th കോഓപ്പറേറ്റീവ് കോൺഗ്രസ് അറ്റ് പാരീസ്. ഇതാണ് പ്രിൻസിപ്പിളിന് അംഗീകാരം കൊടുക്കുന്നത്. ഈ പ്രിൻസിപ്പിളിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സെക്കൻഡ് സ്റ്റേജ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. മൊത്തം 4 സ്റ്റേജ് ആണ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനുള്ളത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1860. സെക്കൻഡ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1937 പ്രിൻസിപ്പിളിനെയാണ് സെക്കൻഡ് സ്റ്റേജ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയപ്പെടുന്നു. ഇതിനെ അല്ലെങ്കിൽ ഇതിനെ പാരീസ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ICA പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. 1937 പാരീസ് കോൺഗ്രസ്, 15th പാരീസ് കോൺഗ്രസ് ആണ് ഇതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറയപ്പെടുന്ന 7 പ്രിൻസിപ്പിൾ ആണ്. ഈ 7 പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന റോക്ക്ഡെയിൽ കൊണ്ടുവന്ന പ്രിൻസിപ്പിള് ICA അംഗീകരിക്കുകയാണ് ചെയ്യപ്പെടുന്നത്.
നമുക്കറിയാം റോക്ക്ഡെയിൽ കൊണ്ടുവന്ന ആദ്യം 8 ഉണ്ടായിരുന്നു, പിന്നീട് അത് 7 പ്രിൻസിപ്പിളിനാണ് നിലവിലുള്ള അംഗീകാരമുള്ളത്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡന്റ്, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഇങ്ങനെ 7 പ്രിൻസിപ്പിൾ. ഈ 7 പ്രിൻസിപ്പിൾ ആണെങ്കിൽ ICA അംഗീകരിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അതാണ് റോക്ക്ഡെയിൽ കൊണ്ടുവന്ന 7 പ്രിൻസിപ്പിൾ ICA അംഗീകരിക്കുന്നു. അതാണ് ഫസ്റ്റ് ICA പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യത്തെ 4 പ്രിൻസിപ്പിളിനെ എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും അടുത്ത 3 പ്രിൻസിപ്പിളിനെ നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ICA തിരിച്ചിരിക്കുന്നു. അതായത് റോക്ക്ഡെയിൽ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇതിൽ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡന്റ്, ഈ 4 പ്രിൻസിപ്പിളിനെ എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. ഏതൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡന്റ്. ഈ 4 പ്രിൻസിപ്പിൾ ആണെങ്കിൽ ICAയുടെ എസൻഷ്യൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുത്തുന്നു. ഇനി ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ഈ 3 പ്രിൻസിപ്പിള് നോൺ എസൻഷ്യൽ എന്നറിയപ്പെടുന്നു. അതായത് നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ഈ 3 നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾ. അതായത് റോക്ക്ഡെയിൽ കൊണ്ടുവന്ന പ്രിൻസിപ്പിളില് ആദ്യത്തെ 4 എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ലാസ്റ്റിലെ 4 നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ICA തിരിച്ചിരിക്കുന്നു. അതായത് എസൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡന്റ്, എസൻഷ്യൽ പ്രിൻസിപ്പിൾസ്. ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ഈ 3 ആണെങ്കിൽ നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾ. ഇതാണ് ഫസ്റ്റ് ICA പ്രിൻസിപ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഫസ്റ്റ് ICA പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു, അല്ലെ പാരീസ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അന്നേരം ഫസ്റ്റ് ICA പ്രിൻസിപ്പിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 7 പ്രിൻസിപ്പിൾ, 4 എസൻഷ്യൽ പ്രിൻസിപ്പിൾ, 3 നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾ, ഇങ്ങനെ 7 പ്രിൻസിപ്പിൾ. തേർഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, 1966, ഇതിനെ കാർവേ പ്രിൻസിപ്പിൾ എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ഗ്രോത്ത് പ്രിൻസിപ്പിൾ. എന്തൊക്കെയാണ്? കാർവേ പ്രിൻസിപ്പിൾ, റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഗ്രോത്ത് പ്രിൻസിപ്പിൾ, അതുമല്ലെങ്കിൽ 23rd കോപ്പറേറ്റീവ് കോൺഗ്രസ് അറ്റ് വിയന്ന, അല്ലെങ്കിൽ വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ് പ്രിൻസിപ്പിൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. എന്താണ്? തേർഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, കാർവേ പ്രിൻസിപ്പിൾ, റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ, ഗ്രോത്ത് പ്രിൻസിപ്പിൾ, വിയന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ് പ്രിൻസിപ്പിൾ, അല്ലെ 23rd കോപ്പറേറ്റീവ് കോൺഗ്രസ് അറ്റ് വിയന്ന. ഇതെന്ന് പറയുന്ന 6 പ്രിൻസിപ്പിളുകളാണുള്ളത്. 1966 ഈ പ്രിൻസിപ്പിള്. 6 പ്രിൻസിപ്പിളുകളാണുള്ളത്. ഒന്നാമത്തെ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. ഒന്നാമത്തെ പ്രിൻസിപ്പിള് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. രണ്ടാമത്തെ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. 4 ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. 5 കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. 6 കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. എന്തൊക്കെയാണ്? 6 പ്രിൻസിപ്പിൾ ആണ് കാർവേ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ 1966 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വമേധയ, വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയ, സ്വന്തം ഇഷ്ടപ്രകാരം ആർക്ക് വേണമെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗത്വം എടുക്കാവുന്നതാണ്. അതായത് ഓപ്പൺ മെമ്പർഷിപ്പ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ
ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ജനാധിപത്യ രീതിയിലാണ് ഇതിന്റെ മാനേജ്മെന്റ്. മൂന്നാമത്തെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. 4 ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് എന്നാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. 6 കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. ഇവിടെ പുതിയതായി വന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിലാണെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ല. കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്, സഹകരണ പ്രസ്ഥാനങ്ങളിൽ സഹകരണ സംഘങ്ങൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുന്നു. കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. ഇങ്ങനെ 6 പ്രിൻസിപ്പിൾ ആണ് കാർവേ പ്രിൻസിപ്പിൾ അല്ലെ 1966 പ്രിൻസിപ്പിൾ. ഇനി അടുത്തതെന്ന് പറയുന്നത് 1995 പ്രിൻസിപ്പിൾ അല്ലെ പ്രസന്റ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഓർ 4th സ്റ്റേജ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഇതൊക്കെയാണ് 4th സ്റ്റേജ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റീഡിഫൈൻഡ് പ്രിൻസിപ്പിൾ 1995. 31st കോഓപ്പറേറ്റീവ് കോൺഗ്രസ് അറ്റ് മാഞ്ചസ്റ്റർ. ഇതിനെ മാഞ്ചസ്റ്റർ പ്രിൻസിപ്പിൾ എന്നും പറയപ്പെടുന്നു. വെറും റീഡിഫൈൻഡ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ 31st കോഓപ്പറേറ്റീവ് കോൺഗ്രസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രസന്റ് പ്രിൻസിപ്പിൾ 1995 1995 പ്രിൻസിപ്പിൾ. അതായത് നിലവിൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1995 പ്രിൻസിപ്പിളാണ്. ഇതെന്ന് പറയുന്നത് 7 പ്രിൻസിപ്പിളാണ് ഉള്ളത്. ഒന്നാമത്തെ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. ഒന്നാമത്തെ പ്രിൻസിപ്പിള് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ആളുകൾ സഹകരണ സംഘത്തിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് അത്ര ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. രണ്ടാമത്തെ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ഇതാണ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലാണ് മെമ്പേഴ്സ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കറിയാം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിയാണ്. ഈ ജനറൽ ബോഡിയിൽ നിന്നാണെങ്കിൽ 1 man 1 vote അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് സൊസൈറ്റിയെ മാനേജ് ചെയ്യുന്നത്. ഇവരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നു. അതാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ മെമ്പർ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇതാണ് മെമ്പർ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ. അതായത് കോഓപ്പറേറ്റീവിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മെമ്പേഴ്സ് ആണ്. മെമ്പർ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഇതൊക്കെയാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിള് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. 2 ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. 3 മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. 4 ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇതാണ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. അതായത് സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സ്വയം ഭരണ സ്ഥാപനങ്ങളാണ്. ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് അല്ലെ സ്വയം ഭരണ സ്ഥാപനങ്ങൾ അല്ലെ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങൾ. കാരണം മെമ്പേഴ്സ് ആണ് അവിടെ പരമാധികാരം എന്ന് പറയുന്നത് മെമ്പേഴ്സിനാണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. അടുത്തതെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ഇതാണ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. ലാസ്റ്റ് പ്രിൻസിപ്പിള് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇതാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ് 1995 പുതിയതായി വന്ന പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അതായത് കോഓപ്പറേറ്റീവ് സഹകരണ പ്രസ്ഥാനങ്ങളാണെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കപ്പെടുന്നു. അതാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിക്ക് ആണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. ഇങ്ങനെ 7 പ്രിൻസിപ്പിളാണ് 1995. ഒന്നുകൂടെ പറയാം, 1995 പ്രിൻസിപ്പിള് റീഡിഫൈൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ 4th സ്റ്റേജ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിള്, അതാണ് പ്രസന്റ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിള്. 7 പ്രിൻസിപ്പിളുകളാണുള്ളത്. ഒന്നാമത്തെ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. 2 ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. 3 മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. 4 ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. 5 എഡ്യൂക്കേഷൻ
ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ 6, കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ് 7, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇങ്ങനെ 7 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമല്ലോ. 4 സ്റ്റേജുകളാണ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത് 1860, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 1937, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 1966 ആൻഡ് ഫോർത്ത് സ്റ്റേജ് 1995. ഇങ്ങനെ 4 സ്റ്റേജുകളാണ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് ഉള്ളത്.